2 കോടി രൂപ ചെലവിൽ നവീകരിച്ച തമ്പാനങ്ങാടി ജുമാ മസ്ജിദ് ആദ്യമായി വാതിൽ തുറന്നത് ഇതര മതവിശ്വാസികൾക്കായിട്ടായിരുന്നു. 40 വർഷത്തിലേറെ പഴക്കമുള്ള പള്ളി നാട്ടുകാരുടെ സഹകരണത്തോടെയാണ് പുതുക്കി പണിതത്. ഒരേ സമയം 600-ലധികം പേർക്ക് ഇരിക്കാവുന്ന തരത്തിൽ എയർ കണ്ടീഷൻ സൗകര്യം ഒരുക്കിയാണ് നിർമ്മാണം. ഉദ്ഘാടനത്തിന് മുന്നോടിയായാണ് തമ്പാനങ്ങാടി ശ്രീ കരിങ്കാളിക്കാവ് ക്ഷേത്രം ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർ മസ്ജിദ് സന്ദർശിച്ചത്. കൗതുകത്തോടെ പള്ളിയിലെത്തിയ എല്ലാവരും ആത്മബന്ധത്തിന്റെ നിറവിലാണ് മടങ്ങിയത്. മസ്ജിദിലെത്തിയ ക്ഷേത്ര ഭാരവാഹികൾ സ്നേഹോപഹാരമായി പള്ളിയിലേക്ക് ക്ലോക്ക് നൽകുകയും പള്ളി കമ്മിറ്റി മധുരം പങ്കുവയ്ക്കുകയും ചെയ്തു. പാണ്ടിക്കാട്ടെ ഇക്കഴിഞ്ഞ ശിവരാത്രി ദിനം മനുഷ്യരുടെ ആത്മബന്ധത്തിന്റെ ശക്തമായ സന്ദേശമായി മാറുകയായിരുന്നു. നമ്മുടെ അഡ്വക്കേറ്റ് ശ്രീ പ്രകാശ് പറഞ്ഞതുപോലെ തന്നെ തമ്പാനങ്ങാടി പള്ളി 1982 ആദ്യകാലം ഉദ്ഘാടനം ചെയ്തു. 40 വർഷത്തോളം ഉപയോഗിച്ചു. ഇപ്പോൾ ഉപകാരപ്രദമായ രീതിയിൽ നമ്മുടെ നാടിൻ്റെ വികസനത്തിനനുസരിച്ച് നല്ലൊരു രീതിയിൽ പുതുതായിട്ട് ആണ് ഈ പള്ളി ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത് നാളെ. അതിൻ്റെ ഭാഗമായി എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു കേന്ദ്രമാണ് തമ്പാനങ്ങാടി. എന്നും എല്ലാ കാലത്തും ഒരേപോലെ നിലകൊണ്ടവരാണ്. പറഞ്ഞ പോലെ തന്നെ വക്കീൽ പറഞ്ഞ പോലെ തന്നെ വളരെ സന്തോഷത്തോടെ ഒരു വലിയ സമ്മാനം സ്വീകരിച്ചുകൊണ്ടാണ് ഈ ചടങ്ങുകളുടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. എല്ലാവരും മധുരം നുകർന്നുകൊണ്ട് ഈ ഒരു പരിപാടി വളരെ മാധുര്യമാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ പ്രദേശത്തെ തമ്പാനങ്ങാടിയെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള ദിവസമാണ്. ഇന്നിവിടെ നമ്മുടെ തമ്പാനങ്ങാടിയിൽ മനോഹരമായ ഒരു ആരാധനാലയം പിന്നെ പണി കഴിഞ്ഞ് നാളെ അത് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഏറ്റവും സന്തോഷകരമായ കാര്യം എല്ലാവരും ഒറ്റക്കെട്ടായി, എല്ലാ ജാതി മതസ്ഥരും ഒറ്റക്കെട്ടായി കൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നു. എല്ലാവരും അതിൽ ഒന്നിച്ച് പങ്കാളികളാകുന്നു. എല്ലാവർക്കും സന്തോഷമാണ്. നമ്മൾക്ക് കൂടുതൽ പറയാനുള്ളത് വെച്ചാൽ തമ്പാനങ്ങാടി പ്രദേശത്തെ മതസൗഹാർദ്ദം അത് എല്ലാവർക്കും നാടിന് മൊത്തം മാതൃകയാണ്. കാരണം ഇവിടെ അമ്പലത്തിലെ പരിപാടി ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ മുസ്ലിം സഹോദരന്മാരും അതിന് സജീവമായി പങ്കെടുക്കുന്നു. പണമായിട്ടും അവർ അധ്വാനമായിട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നല്ലൊരു ആരാധനാലയം പണിത് ഇവിടെ പുതിയ ഒരു ആരാധനാലയത്തിൻ്റെ ഉദ്ഘാടനം നടത്തുമ്പോൾ പൂർണ്ണമായ പിന്തുണ എല്ലാ ഹിന്ദു സമൂഹത്തിലെ ആളുകളുടെയും പൂർണ്ണമായ പിന്തുണ അതിനുണ്ട്. നമ്മൾ പള്ളിയുടെ ഉദ്ഘാടന കർമ്മം നാളെ നിർവഹിക്കപ്പെടുകയാണ്. അതിനു മുമ്പ് നമ്മുടെ എല്ലാ പള്ളി എന്ന് പറയുമ്പോൾ തന്നെ അത് മൊത്തത്തിലുള്ള എല്ലാ മതസ്ഥർക്കും ഒരു കേന്ദ്ര ബിന്ദുവായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ്. എല്ലാ മതസ്ഥർക്കും ഒരു സ്നേഹത്തിൻ്റെ വീടാവേണ്ട ഒരു നാട്ടിലെ ഒരു മഹത്തായ ഭവനമാണ് പള്ളി. എല്ലാവരെയും ഒത്തൊരുമിച്ച് കൂട്ടുപിടിച്ച് സ്നേഹത്തോടെ ഐക്യത്തോടെ കൊണ്ടുപോകണമെന്നാണ് ഇസ്ലാമിൻ്റെ ഉപദേശം തന്നെ. ഈ ചാനൽ പാണ്ടിക്കാട്. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്,